നമസ്കാരം. നമുക്കറിയാം LP UP എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 6-ാം തീയതി ജൂലൈ 6-ന് UPയും ജൂലൈ 20-ാം തീയതി LPയും എക്സാം നടക്കുകയാണ്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ആയിട്ട് നമ്മളടുത്ത് ചോദിച്ചത് ഇതുവരെ LP UP എക്സാമുകൾക്ക് ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അനാലിസിസിൻ്റെ ഒരു സീരീസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ഡോണ്ട് മൈൻഡ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? 2020 പത്മശ്രീ ലഭിച്ച മുയ്ക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തമായത് എന്നാണ് ചോദിച്ചത്. നമ്മൾ ഓപ്ഷൻ നോക്കാം. കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നോക്കുവിദ്യ, പാവക്കളി, കാക്കരാശി നാടകം. കാക്കരാശി നാടകം, നോക്ക് വിദ്യാപാവകളി, ചാക്യാർകൂത്ത്, കൂടിയാട്ടം. ഏതാണ്? 2020 പത്മശ്രീ ലഭിച്ച മുയ്ക്കൽ പങ്കജാക്ഷി നോക്ക് വിദ്യാപാവക്കളിയുമായി ബന്ധപ്പെട്ടാണ് നൽകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി നോക്കിക്കോ, ആരാണ്? മൗലാന അബുൽ കലാം ആസാദാണ്. ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി അഥവാ നമ്മുടെ GST നിലവിൽ വന്നത്. GST നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂൺ 1 എന്നുണ്ട്, ജൂലൈ 1 എന്നുണ്ട്, ഓഗസ്റ്റ് 1 എന്നുണ്ട്, സെപ്റ്റംബർ 1 എന്നുണ്ട്. ഏതാണ്? GST ജൂലൈ 1. GST ജൂലൈ 1 എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തീഹാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തീഹാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കാം. മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി. എവിടെയാണ് തീഹാർ ജയിൽ? ചെന്നൈയിലാണോ? ഡൽഹിയിലാണോ? യെസ്, ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തീഹാർ ജയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജയിലാണ് ഏതാ? തീഹാർ ജയിൽ. അപ്പോൾ നമ്മളോട് ചോദിക്കാം, സൗത്ത് ഏഷ്യ, തെക്കേ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീഹാർ ജയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ തീഹാർ ജയിലാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏതാണ്? കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയാൻ ഏതാണ്? പോക്സോ അല്ലേ? പോക്സോ. ഓക്കെ, സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2019 പ്രളയത്തിൽ ഏറ്റവും നഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ്? പുത്തുമല ഏത് ജില്ലയിലാണടാ? പാലക്കാട്, കണ്ണൂർ, വയനാട്, ഇടുക്കി. ഏതാണ്? വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2019 പ്രളയത്തിൽ ഏറ്റവും നഷ്ടമുണ്ടായ ജില്ല വയനാടാണ്. വയനാട്ടിലെ പുതുമല എന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്ത്? ഇവിടെ ചോദിച്ചത് കമ്പനിയുടെ പേരാണ്. അപ്പോൾ നമുക്ക് വിക്ടേഴ്സ് ഉണ്ട്, കൈറ്റ് ഉണ്ട്, സമ്പൂർണ്ണ ഉണ്ട്, സമഗ്ര ഉണ്ട്. ഏതാടാ? യെസ്, കൈറ്റാണ് നമ്മുടെ കമ്പനിയുടെ പേരെന്താണ്? കൈറ്റാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ X രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? വിശാഖപട്ടണമാണോ? കൊല്ലൂരാണോ? ബാംഗ്ലൂരാണോ? തിരുത്താണിയാണ്. തിരുത്താണിയാണ്. എന്ത്? തിരുത്താണിയാണ് ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത്. ഓപ്ഷൻ 2019 ഒക്ടോബർ 31, 2019 ഒക്ടോബർ 31, 30, ഒക്ടോബർ 29, 28. ഏതാണ് ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ A ആണടാ. 2019 ഒക്ടോബർ 31 പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്നത്. പത്താമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വായിക്കി. 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കൾ ആരാണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ. 2020 ICC വേൾഡ് കപ്പിലെ 2020 വേൾഡ് കപ്പിലെ ജേതാക്കൾ ആരാണ്? ഇന്ത്യ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഓസ്ട്രേലിയ. ഏതാടാ? ഇന്ത്യ. നമ്മുടെ ഇന്ത്യയാണ് 2020 ICC വനിതാ 2020 വേൾഡ് കപ്പ് ജേതാക്കളായത്. താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം എന്താണ്? 11ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിനാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? വൈദ്യുത മോട്ടോർ, ജനറേറ്റർ, LED ബൾബ്, സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ് ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. നമുക്ക് സുരക്ഷാ ഫ്യൂസ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം ഡേഞ്ചർ സോണുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും അല്ലേ? അപ്പോൾ അതിന് ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിനാണ് വൈദ്യുത ഫ്യൂസിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തിയത്? ഈ താപഫലം പ്രയോജനപ്പെടുത്തിയിട്ട് വൈദ്യുത ഫ്യൂസ് പൊട്ടും. ഫ്യൂസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലോ ആണ് വിച്ഛേദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആഘാതങ്ങളൊക്കെ അങ്ങോട്ട് നിന്നുകൊള്ളും. 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 12.
വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ, കൂളം, ഓം, വോൾട്ട്. ഈ 4 ഓപ്ഷനുകളും പച്ചക്ക് പഠിച്ചോ. ആംപിയർ എന്താണ്? കറണ്ട്. കൂളം വൈദ്യുത ചാർജ്. ഓം റെസിസ്റ്റൻസ്. വോൾട്ട് എന്താണ്? പവറിൻ്റെ യൂണിറ്റ് വോൾട്ട്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ഒക്കെ പറയാം, നമുക്ക് വോൾട്ട് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ബി കൂളം ആണ്. കൂളം ആണ്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഒരു ഉപകരണത്തിൻ്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംപിയറേജ്. എന്താണ്? ആംപിയറേജ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 14. സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഗാൽവനോമീറ്റർ. നേരിയ വൈദ്യുതി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗാൽവനോമീറ്റർ ആണ് എന്തിനു യൂസ് ചെയ്യുക? സർക്യൂട്ടിലെ നേരിയ കറണ്ടിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ദിശയും അറിയാൻ ഉപയോഗിക്കുന്നത് ഗാൽവനോമീറ്റർ ആണ്. താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? ശൂന്യത, വജ്രം, ജലം, വായു. ഏതാണതാ? 15ാമത്തെ ആൻസർ വി, വജ്രമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം. ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോണളവ് എത്ര? ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോണളവ് ആർക്കാ പറയാൻ പറ്റുമോ? ഓക്കെ, പറയടാ. ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. മറക്കരുത്, ജലത്തിൻ്റെ ക്രിറ്റിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? 17ാമത്തത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അന്തരീക്ഷ അപവർത്തനം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. 17ാമത്തെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത്? 18ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏത് എന്നാണ് ചോദിച്ചിരുന്നത്. ഇന്ധനം ഹൈഡ്രജനാണ് ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? റെക്ടിഫിക്കേഷൻ. ബി, ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ടിൻഡാൽ എഫക്റ്റ് ഡിറ്റക്ഷൻ. ഏതാണ്? ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ് എന്തിന്? സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന AC വൈദ്യുതിയുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? AC വൈദ്യുതിയുടെ ഫ്രീക്വൻസി എത്രയാണ്? നമ്മളെ 50 ഹെർട്സ് ആണ്. എന്താണ്? 50 ഹെർട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 21ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. പറയടാ, ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലുണ്ട്. ആ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഓപ്ഷൻ സി, 2. താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകങ്ങൾ ഏതാണ്? ഈ കൂട്ടത്തിൽ ആരാടാ? ട്രാൻസിഷൻ മെറ്റൽ അല്ലെങ്കിൽ ഡീപ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആരാണ്? ഹൈഡ്രജൻ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ആർഗൺ ഉണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ ഏതാടാ? മാംഗനീസ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം. വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാടാ? 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ബോയിൽ നിയമമാണോ? ബോയിൽ നിയമം എന്താണ്? വോളിയം വേഴ്സസ് പ്രഷർ അല്ലേ? ഓക്കെ, ചാൾസ് വോളിയം ടെമ്പറേച്ചർ. അവഗാഡോ നിയമം എന്താണ്? വോളിയം വേഴ്സസ് നമ്പർ ഓഫ് മോൾസ് ആണ്. തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം നമ്മുടെ ഓപ്ഷൻ സി, അവഗാഡ്രോ നിയമം. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിക്കുന്ന ലോഹം ഏതാണ്? 24ാമത്തെ ക്വസ്റ്റ്യൻ. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമാണ് ഏതാ? സിങ്കാണോ കോപ്പറാണോ? ഏതാണോ? കോപ്പർ. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢ കൂടിയ രൂപമാണ്? ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? നമുക്കറിയാം, നമ്മുടെ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സിന്തസിസിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് എന്ത്? ഒലിയം.
അടുത്ത നോക്കാം 26ാമത്തെ ക്വസ്റ്റ്യൻ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? 26ാമത്തെ ക്വസ്റ്റ്യൻ. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സോഡിയം, ക്രോമിയം, സിങ്ക്, നിക്കൽ. ഏതിൻ്റെ ആടാ? സിങ്കിൻ്റെതാണ് എന്ത്? കലാമിയം അല്ലെ? കലാമിൻ എന്നത് സിങ്കിൻ്റെ അയിരാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ബോക്സൈറ്റ് ആണ്ടാ. ഓപ്ഷൻ ഡി ബോക്സൈറ്റ് ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? 28ാമത്തെ ക്വസ്റ്റ്യൻ. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്ത്? എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. CnH2n ആണ്. CnH2n ആണ്. ഇത് ആൽക്കീനുകളുടെ പൊതുവാക്യമാണ്. തുടർന്നുള്ള ഓരോ ആൽക്കീനും കീനും ഹെയിനും എല്ലാത്തിൻ്റെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ജസ്റ്റ് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ഓക്കെ. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? 29ാമത്തെ ക്വസ്റ്റ്യൻ. മെത്തനോള്, ബ്യൂട്ടനോള്, എത്തനോള്, പ്രപ്പനോള്. ഏതാ ആൻസർ? നമ്മുടെ ആൻസർ എത്തനോളാണടാ. എത്തനോളാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരണം ഏതാ? സ്ഥിരകാന്തങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോഹസങ്കരണം ഏതാണ്? അൽനിക്കോ ആടാ. അൽനിക്കോ. നിങ്ങൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽനിക്കോ. വെറൈറ്റി പേര് അൽനിക്കോ. അത് പഠിച്ചു വെച്ചോ. ഓക്കെ. 31ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിൽ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാടാ? തലച്ചോറിൻ്റെ ഭാഗം നമുക്കറിയാം. സെറിബ്രമാണോ, സെറിബെല്ലമാണോ, തലാമസ് ആണോ, ഹൈപ്പോ തലാമസ് ആണോ? 31ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് പറയാം ഹൈപ്പോ തലാമസ് ആണ്. മനുഷ്യരിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. കോശങ്ങളും കോശങ്ങളും കാണപ്പെടുന്ന നേത്രപാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാടാ നമ്മുടെ റെറ്റിനയാണ്. ഏതാണ്? റെറ്റിനയിലാണ് ആരൊക്കെയുള്ളത്? റോഡ് കോശങ്ങളും കോശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. 33ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം ഏതാണ്? 30 ആൻസർ നമുക്കറിയാം പ്ലാസ്മിഡ് ആണടാ. എന്താണ്? പ്ലാസ്മിഡ് ആണ് ജീനിനെ മറ്റു കോശങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹകൻ. ഉദാഹരണം ചോദിച്ചാൽ പ്ലാസ്മിഡ് ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവന്റെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട മേൽപ്പറഞ്ഞ സിദ്ധാന്തത്തിൻ്റെ പേരെന്താ? 34. ഏത് സിദ്ധാന്തമാണ്? രാസപരിണാമ സിദ്ധാന്തമാണോ? ഉൽപരിവർത്തന സിദ്ധാന്തമാണോ? പാൾസ്പെർമിയ സിദ്ധാന്തമാണോ? യൂറോമില്ലർ സിദ്ധാന്തമാണോ? ഏതാടാ? പാൻസ് സിദ്ധാന്തമാണ്. പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. ഏതാണ്? പാൻസ്പെർമിയ സിദ്ധാന്തമാണ്. ആർഡിപിത്തക്കാസ് റാമിഡൻസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആർഡിപിത്തക്കാസ് റാമിഡൻസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? 35ാമത്തെ ക്വസ്റ്റ്യൻ. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്. ആർഡിപിത്തക്കാസ് ആഫ്രിക്ക. ഏതാണ്? ആഫ്രിക്കയാണ് നമ്മുടെ ആൻസർ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ചാൾസ് ഡാർവിൻ, ഹ്യൂഗോ ഡ്രീവിയസ്, ലാൻഡ്മാർക്ക്, ഗ്രെഗർ മെൻഡൽ. ഗ്രെഗർ മെൻഡൽ ആണോ? ചാൾസ് ഡാർവിൻ ആണോ? ഹ്യൂഗോ ഡ്രീവിയസ് ആണോ? ലാൻഡ്മാർക്ക് ആണോ? ആരാടാ 36ാമത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ? 36ാമത് നമ്മളെ ഹ്യൂഗോ ഡ്രീവിയസ് ആണ്. നമ്മുടെ ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡ്രീവിയസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റും. വൈറസ് ആണടാ. വൈറസ് എന്താണ്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമേത്? 38ാമത്തത്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറാടാ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേത്? താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമേതെന്ന് ചോദിക്കുന്നു. ആന്ത്രാക്സ്, ബ്ലൈറ്റ് രോഗം, ദ്രുതവട്ടം, കുറുനാമ്പ്. ഏതാണ്? ബ്ലൈറ്റ് രോഗമാണ് എന്തിനെ? നെല്ലിനെ ബാധിക്കുന്നത്. ബ്ലൈറ്റാണ്. നെല്ല് ബ്ലൈറ്റാണ്. ഓക്കെ. 40. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതാ? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ തൈമസ് ആടാ. തൈമസിലാണ് എന്ത്? ടി ലിംഫോസൈറ്റ്. തൈമസിലാണ് എന്ത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവേത? 41ാമത്തെ ക്വസ്റ്റ്യൻ. വൈകുണ്ഠസ്വാമികൾ, ബി ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, ഡോക്ടർ പൽപ്പു. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുവിനെ പോയി കുത്തരുത്. അത് വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 42. കേരളൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? 42. കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആരുടെ? കേരളൻ എന്ന തൂലികനാമത്തിൽ അറിയപ്പെട്ടത്. എൻ്റെ ജീവിത സ്മരണകൾ എന്ന് ആരുടെ ആത്മകഥാഗ്രന്ഥമാണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാഗ്രന്ഥമാണ്? 43ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് മന്നത്ത് പത്മനാഭനാണ്. ആര്? എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥയുടെ ആരുടെ ആത്മകഥാഗ്രന്ഥമാണ് എന്നുള്ളതിന് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥാഗ്രന്ഥത്തിൻ്റെ പേരാണെന്താ? എൻ്റെ ജീവിത സ്മരണകൾ എന്ന. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാടാ? ആദ്യ സംഘടിത കലാപം ഏതാണ്? പഴശ്ശി കലാപമാണോ? അല്ല. മലബാർ കലാപമാണോ? അല്ല. പിന്നെന്താണ് 44ാമത്തെ ആൻസർ? ആദ്യ സംഘടിത കലാപം. ശ്രദ്ധിക്കേണ്ടത് സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ, ഇത് 2 TTT, ആറ്റിങ്ങൽ കലാപം, 2 റാകൾ സംഘടിപ്പിച്ച പോലെ തന്നെ ആറ്റിങ്ങൽ കലാപമാണെന്ത്? സംഘടിത കലാപത്തിന് ഉദാഹരണം. അങ്ങനെയാണെങ്കിൽ ആദ്യ അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ആണ് നമ്മളെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങു എന്നും, സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപം എന്നാണ് ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721, 1721. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അഞ്ചുതെങ്ങ് എന്താണ്? ആദ്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങെന്നും, ആദ്യം നടന്ന സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമെന്നും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശുചീന്ദം കൈമുക്ക് എന്ന ദൃഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ്. ശുചീന്ദം കൈമുക്ക് എന്ന ദുഷ്ടാചാരം 45ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. സുശീന്ദം കൈമുക്കെന്ന ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? 45ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സ്വാതി തിരുനാളാണ്. സ്വാതി നമ്മുടെ ആൻസർ 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സുശീന്ദം കൈമുക്കെന്ന ദുഷ്ടാചാരം നിലനിർത്തിയ അല്ലെങ്കിൽ നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പോൾ അടുത്ത 46ാമത്തെ, രാജാധികാരത്തെ എതിർത്ത ആദ്യ വിപ്ലവകാരിയാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, രാജാധികാരത്തെ എതിർത്ത ആദ്യ വിപ്ലവകാരി. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ചട്ടമ്പിസ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ സഹോദരൻ അയ്യപ്പൻ. അപ്പം ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളാണ് ആദ്യമായിട്ട് രാജാധികാരത്തെ എതിർത്ത വിപ്ലവകാരി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കരുത്, വൈകുണ്ഠസ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആര്? കുഞ്ഞൻപിള്ള ആരുടെ നാമമായിരുന്നു? ചട്ടമ്പി സ്വാമികൾ, പട്ടം താണുപിള്ള, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു. ആരാടാ ആൻസർ? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി ആണെങ്കിലും പേര് കുഞ്ഞൻപിള്ളയാണ്. അത് ഓർത്താൽ മതി. ചട്ടമ്പി ആണെങ്കിലും വീട്ടിൽ കുഞ്ഞനാണ്. അത്ര ഓർത്താൽ മതി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമോദയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകളിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികൾ. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സാമൂഹ്യ പരിഷ്കർത്താവ് അരുവിപ്പുറം ശ്രീനാരായണ ഗുരു. ഓക്കെ. 49, ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് വിശേഷിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെട്ടത് ആരെയാടാ? 49ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ പൽപ്പുവിനാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഡോക്ടർ പൽപ്പുവിനെ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷേത്ര വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. TK മാധവൻ, VT ഭട്ടതിരിപ്പാട്, നീലകണ്ഠൻ നമ്പൂതിരി, അതുപോലെ തന്നെ KK കേളപ്പൻ. ആരാണ് അതിൽ ഓപ്ഷൻ എ, TK മാധവനാണ് ക്ഷേത്ര വിളംബരത്തിൻ്റെ പ്രായോക്താവ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരെ? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പറ.
ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി ആഗമനാനന്ദ സ്വാമികൾ, ഡി ശങ്കുപിള്ള. ആരാടാ? 51ാമത്തെ ഓപ്ഷൻ സി ആടാ. കേരളത്തിലെ വിവേകാനന്ദൻ അറിയപ്പെടുന്ന ആള് ആഗമാനന്ദ സ്വാമികൾ. വിവേകാനന്ദ അന്തസ്വാമികളാണെന്ത് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. ഇഴവരുടെ പുലയരുടെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം നടത്തിയത്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആര്? മിശ്രഭോജനം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. എന്തടാ? മിശ്രഭോജനം. 53. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 53ാമത്തെ ഓപ്ഷൻ ബി അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനായിരുന്നു കേളപ്പൻ. കേളപ്പനെയായിരുന്നു ആദ്യമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത്. എന്തിനാ? വ്യക്തി സത്യാഗ്രഹത്തിനായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? കെ എം പണിക്കർ, മന്നത്ത് പത്മനാഭൻ, അതുപോലെ തന്നെ എ കെ ഗോപാലൻ, ഡി കെ കേളപ്പൻ. ഇതിൽ ആരുടേതാണടാ? എ കെ ഗോപാലൻ്റെ, എ കെ ജിയുടെ രചനയാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ്? കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത്. 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏതാണ്? തലക്കുളം, തളിക്കുളം, കൽപ്പാക്കം, കുണ്ടറ. ഇതിലേതാണ് തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം? അപ്പോൾ വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലമാണ് തലക്കുളം. ഏതാണ്? തലക്കുളം. 58. പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ എം പണിക്കർ, പട്ടം താണുപിള്ള, വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ. ആൻസർ സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. കുറിച്യ കലാപം നടന്ന വർഷമാണ് നമ്മളോട് ചോദിച്ചത്. കുറിച്യ കലാപം, വയനാട്ടിലെ കുറിച്യ കലാപം ആരുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് കുറിച്യ കലാപമൊക്കെ, അല്ലേ? അപ്പോൾ കുറിച്യ കലാപം നടന്നത് ഏത് വർഷത്താണെന്നാണ് ചോദിക്കുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1812. 1812. 812ലാണ് കുറിച്യ കലാപം നടന്നത്. ക്ഷേത്ര പ്രവേശന വിളംബരം തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് കുമാരനാശാൻ, കെ കേളപ്പൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് നമ്മുടെ ആൻസർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് അയ്യർ ആണ്. 81ാമത്തെ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻ നോക്കുക. സ്കൂൾ പ്രായമെന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി കർമ്മോത്സുകത ഓർ അപകർഷത, അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ള സ്റ്റേജിലാണ് സ്കൂൾ ഏജിനെ കുറിച്ച് എറിക്സൺ പറയുന്നത്. ഇനി 82ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി, നമ്മൾ ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, അല്ലെങ്കിൽ ഡി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി സുരക്ഷിതത്വമാണ്. എന്താണ്? ശ്രേണിയിൽ മുകളിൽ വരുന്നത്. ഏതിന് മുകളിലാണ്? ശാരീരിക ആവശ്യങ്ങൾക്ക് മുകളിൽ വരുന്നത് സുരക്ഷിതത്വമാണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധിയുടെ ജി ഘടകത്തിൻ്റെ സവിശേഷതകൾ പെടാത്തത് ഏത്? ബുദ്ധിയുടെ ജി ഫാക്ടർ സവിശേഷതയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ജി ഫാക്ടറിൽ അതിൻ്റെ സവിശേഷതയായി പറയാൻ പറ്റാത്ത ഒന്നാണ്. ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ്. 84. ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലാണ് പ്രതിരോധ കൗൺസിലിംഗ്. ഏതാണ്? പ്രതിരോധ കൗൺസിലിംഗ്. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണമെന്ന് പറഞ്ഞതാരാണ്? കാൾ റോജേഴ്സ് ആണ്. ഓക്കെ. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രതിക്രിയാധ്യാപനം ആരുടെ ആശയമാണ്? പ്രതിക്രിയാധ്യാപനം
ആരുടെ ആശയമാണ്? വൈഗോട്സ്കി, റെസിപ്രോക്കൽ ടീച്ചിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങൾ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരെന്താ? ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. സമീപ്യ നിയമം. സമീപ്യ നിയമം. 88. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചത്. 88. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചത്. ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. ഇതൊക്കെ എന്താണ്? മുകളിൽ പറഞ്ഞ എല്ലാം ഓർമ്മകളുടെ അടിസ്ഥാന ഘടകങ്ങളാണെടാ. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണ്. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടുന്നു? റോണി ഏത് വിഭാഗത്തിൽ പെടും നോക്കാം നമുക്ക്. റോണി ശരാശരി ബുദ്ധിയുള്ള ആളാണോ? അല്ല. കാരണം എന്താ? ശരാശരി ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ 13 വയസ്സുള്ള റോണിക്ക് മാനസിക വയസ്സ് ഇപ്പോഴും 8 ആയിട്ടുള്ളൂ. റോണീൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും ചെയ്യണമൊക്കെ മാനസികമായിട്ടുള്ള പരിപാടിയൊക്കെ 8 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ. അപ്പോൾ ശരാശരി ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മൂഢബുദ്ധി, മന്ദബുദ്ധി, ക്ഷീണബുദ്ധി. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ എന്താണ്? മൂഢബുദ്ധിയാണ്. നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഏതൊക്കെ കാറ്റഗറിയാണെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഉള്ളത് 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണെങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി മൂഢബുദ്ധിയിൽ പെടും. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റീഫൻ എം കൊറി. സ്റ്റീഫൻ എം കൊറിയാണ് ഇതിൻ്റെ ക്രിയാഗവേഷണത്തിൻ്റെ ആക്ഷൻ റിസർച്ച്. സ്റ്റീഫൻ എം കൊറി. മക്കളില്ലാത്തതിന് അഡ്യന തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമയോചന തന്ത്രമാണ്? അനുപൂരണം, തഥാത്മീകരണം, ഉദാത്തീകരണം, ദമനം. ഏതാണ് ആൻസർ? 91ൻ്റെ ആൻസർ ഏതാ? ഉദാത്തീകരണമാണെന്ത്? മക്കളില്ലാത്ത തോമസ് എന്ത് ചെയ്യുന്നത്? സാമൂഹ്യ സേവനത്തിലൊക്കെ ഇടപഴകിയിട്ട് നമ്മളെ അഭിപ്രായത്തിൽ അങ്ങനെ അങ്ങ് ടൈം കളയുന്ന ആൾ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ടൈം എൻജോയ് ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉദാത്തീകരണത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ തന്നിവയിൽ ഏതാണ്? എങ്ങനെയാണ് ഒരു ആശയ രൂപീകരണം നടക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നടക്കുന്നത്? സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവത്കരണം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ആര്? മാർക്ക് വർത്തിമാർ, ജോൺ മേയർ, ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലേവെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ജോൺ മേയർ, പീറ്റർ സലേവെ, ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. മാക്സ് വർത്തിമറാണ്. ബാക്കിയുള്ളവരൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ നമുക്ക് 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഏതാണ്? ഇത്, അഹം, അത്യഹം, മുകളിൽ പറഞ്ഞതെല്ലാം. പോലീസ്മാൻ ഫോഴ്സ് ഇൻസൈഡ് എ മാൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതാരായിരുന്നു? ഈഗോ ആണോ, ഇഡാണോ, സൂപ്പർ ഈഗോ ആണോ? മനുഷ്യനിലെ പോലീസ്മാൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ 94ൻ്റെ ഓപ്ഷൻ ആൻസർ ബി ആണ്. ഈഗോ ആണ്, അല്ലെങ്കിൽ അഹമാണ് നമ്മുടെ ആൻസർ. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരിയായി നിർദ്ദേശിച്ചതുമായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ക്ലിക്കുകൾ, ഗ്യാങ്ങുകൾ, ദ്വിത്വങ്ങൾ, താരങ്ങൾ. ഏതാണ് നമ്മൾ ഓപ്ഷൻ? 95ാമത്തെ ക്ലിക്കുകളാണ് നമ്മുടെ എന്ത്? ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ എന്ന കുട്ടി ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പിങ്, ഈ ഒരു ഗ്രൂപ്പ് മൈൻഡിങ്ങിന് പറയുന്ന പേരാണ് ക്ലിക്കുകൾ എന്ന് പറയുന്നത്. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ 96. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്ടറാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണെന്നാണ് ചോദിച്ചത്. ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ് ഇവിടെ കാണുന്നത്? ഇവിടെ കാണുന്നത് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ് ഈ രണ്ടാളുകളിലുള്ളത്. എന്താണ്? രണ്ടാൾ ആർക്കിടെക്റ്റാണ്, ഒരാൾ നാവികനാണ്. അപ്പോൾ അയാൾക്ക് ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ് ഏറ്റവും കൂടുതൽ രണ്ടാളിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ബഹുമുഖ ബുദ്ധി എന്ന് പറയാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും,
വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടം ഏതാണെന്നാണ് ചോദിച്ചത്. സംവേദന ചാലക ഘട്ടം, ഓപ്ഷൻ ഡി ആണ്. ഈ ഘട്ടങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചോ. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ 100% ഉറപ്പിക്കാൻ പറ്റും. 98ാമത്തെ ക്വസ്റ്റ്യൻ, പഠിതാവ് തൻ്റെ പഠനത്തെ വിമർശാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ്. പഠിതാവ് തൻ്റെ സ്വന്തം പഠനത്തെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന രീതിയെയാണ് നമുക്ക് എന്തെന്ന് പറയാം, പഠനം തന്നെ വിലയിരുത്തൽ, ലേണിംഗ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, അതീത ചിന്ത മെറ്റാ കൊഗ്നിഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? മെറ്റാ കൊഗ്നിഷൻ ഫ്ലോവലാണ് ആൻസർ ഫ്ലോവലാണ്. 100ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് തെറ്റായ ജോഡി? ഘട്ടസിദ്ധാന്തം ജീൻ പിയാഷെ ആണോ? ഘട്ടസിദ്ധാന്തം ജീൻ പിയാഷെ ആണ്. ബോധനോദ്ദേശ്യ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം. സഹവർത്തിത പഠനം വൈഗോട്സ്കി. വ്യക്തികേന്ദ്രീകൃത സിദ്ധാന്തം GW വാൽപോർട്ട് അല്ല. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മളിന്ന് ഏകദേശം സൈക്കോളജി, സയൻസ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി കാര്യങ്ങളെല്ലാം നോക്കി. മാത്സ് വെച്ച് എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LP UP എക്സാം അത്രയും എന്താ പറയുക, സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൃത്യമായിട്ട് അതിലെ ഓരോ ഓപ്ഷൻസ് അടക്കം ആ ഓപ്ഷൻസിൻ്റെ സബ് ഓപ്ഷൻസുകളൊക്കെ നോക്കിയിട്ട് അതിലെ എല്ലാ ഫാക്റ്റുകളും SCERT ഫാക്റ്റുകളും മാക്സിമം മിനിമം SCERT മാക്സിമം നിങ്ങൾക്ക് എങ്കിൽ NCERTയും കൂടെ കവർ ചെയ്തിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഏരിയയിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം PSC എക്സാമ്പിളുകൾ ടൈറ്റായിട്ട് വരികയാണ്. അപ്പം എന്തായാലും മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസുകളും, ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ A ആയിരിക്കും ചിലപ്പോൾ ആൻസർ. ബാക്കി 3 ഓപ്ഷനുകൾ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുക. ആ 3 ഓപ്ഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് കീറി മുറിച്ചിട്ട് അനാലിസ് ചെയ്തിട്ട് അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി 16 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ആൻസർ ഇങ്ങനെ പതിയണം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന LP UP എക്സാമുകളിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും സീരിയസ് ആയിട്ട് ഓരോ ദിവസങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, സീ യു സൂൺ. താങ്ക് യു.